ഹായ് ഗൈസ്, LLB ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലേഴ്സ്. സോ ഇന്ന് ഞാൻ ആ മൂവി അങ്ങ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടിറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ മൂവിയുടെ കുറച്ച് റെഫറൻസും കുറച്ച് കാര്യമായിട്ടുള്ള എനിക്ക് തോന്നിയ ഫീലായ എനിക്ക് മൈൻഡിൽ കത്തിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. സോ അതിൽ തന്നെ കഥ നടക്കുന്നത് ഏകദേശം കാസർഗോഡ്, കുമ്പള, ബന്തിയോട് ആ സൈഡ്. സത്യം പറയാലോ, കാസർഗോഡ് സ്ലാങ് ABC വന്നിട്ട് കാസർഗോഡ് സ്ലാങ്ങിൻ്റെ വന്നിട്ടാണ്. കുമ്പളയിൽ എടുക്കുന്നല്ലോ, കുമ്പളയിൽ എടുക്കുന്നത്. കാസർഗോഡ് നമ്മൾ ഫസ്റ്റ് വെച്ചാൽ ഫുള്ള് കാസർഗോഡ് സ്ലാങ്ങായിരിക്കും. കാരണം എന്താ, ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് കാലിഫോർട്ട് വണ്ടി. ഞാൻ ഒരു കാസർഗോഡുകാരാണ്ട് വിചാരിച്ച് നല്ല ഫിലിമായിരിക്കും, നല്ലതായിരിക്കും. ശ്രീനാഥ് വാസിൻ്റെ സിനിമ. ഫസ്റ്റ് സിനിമ തുടങ്ങുന്നത് ഒരു പാട്ടിൽ, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫ് മൊത്തം പാട്ട് മാത്രം. കഥ പറഞ്ഞ സാധനമില്ല. ഈ AM സിദ്ദീഖ്, അയാളുടെ ഡയറക്ടർ, അയാളുടെ ഇത് കഥ എഴുതിയത്. അയാളെന്താ പറഞ്ഞപ്പോൾ കൂടിപ്പോവും. ഇങ്ങനെ നമ്മൾ 2 മണിക്കൂറും ഏകദേശം നാട്ടിൽ 1600 രൂപ വെറുതെ പോയി. രാത്രി 1:30 സിനിമക്ക് പോയത്, നമ്മൾ ഉറക്കം പോയി. അതിന് സെക്കൻഡ് ഹാഫ് അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നത് എന്തോ ആടെ എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൽ പോസിറ്റീവ് ഒരു കാര്യമുണ്ട്. ലാസ്റ്റ് ഒരു പോലീസ് സ്റ്റേഷൻ്റെ സീനുണ്ട്. അരമണിക്കൂർ നമ്മൾ ഇരുത്തും. കഥ പറഞ്ഞത്, ഈ സിനിമയിൽ കഥയെന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വെറുതെ. LLB ഇട്ടത് നമുക്ക് ഒന്ന് കോളേജിൽ പോയി ചേർന്നുണ്ടെന്ന്. ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലേഴ്സിൻ്റെ ഒരു രീതിയാണ് പറഞ്ഞത്. നമുക്ക് ബാച്ചിലേഴ്സ് പോയിട്ട് അങ്ങനെ ഒരു പ്രശ്നത്തിൽ പെടുന്നതായിരിക്കും ഉദ്ദേശിച്ചത്. ബട്ട് അത് ചെയ്യാൻ പറ്റില്ല. ഈ ഡയറക്റ്റ് ഉദ്ദേശിച്ച സാധനം വന്നിട്ടായി ലാസ്റ്റ് ഒരു അരമണിക്കൂർ റിലീസ് തരാൻ അനൂപ് മേനോൻ അയാൾ വന്നിട്ട് മറ്റേ പ്രശ്നം മൊത്തം സോൾവ് ആക്കിയിട്ടായിട്ട് മറ്റേ കേസ് കളിക്കും. ആ ഒരു അരമണിക്കൂർ നമ്മൾ പിടിച്ചിരുത്തും. ബാക്കിയെല്ലാം സത്യം പറയാം വെറുതെ നമ്മളെ കാസർഗോഡ് സ്ലാങ്ങറിൻ്റെ ബെട്ട്കെ സിനിമ അത്രേ പറയുള്ളൂ. നമുക്ക് ബെട്ട്കെ സിനിമ പാട്ട് മാത്രം. അറിയാത്തന്നെ നിശ്ചയക്ക് പാട്ടിൻ്റെ ഡയറക്ടറിന് വെറുതെ പൈസ കൊടുത്തിട്ട് വെറുതെ പാട്ടിട്ടാണ് പറയുന്നത്. ഫുള്ള് പാട്ട് മാത്രമാണ് ഫസ്റ്റ് ഹാഫിൽ മൊത്തം ഉള്ളത്. സെക്കൻഡ് ഹാഫിൽ എന്തോ വായിക്കും. സത്യം പറയില്ല, വലിയ കഥയൊന്നുമില്ല. ലാസ്റ്റ് ഒരു 30 മിനിറ്റ് കഥയാണ്. ബാക്കിയുള്ള മൊത്തം പാട്ടും കുറച്ച് അതിലെ പോകുന്ന ഷോർട്സ് എടുത്തിട്ട്. പക്ഷേ സത്യം 2 ക്യാമറ ആംഗിൾ മാത്രം നമുക്ക് നല്ല ലേക്കായിന്. അത് ഒരു അവിടെ പാർട്ടി ഓഫീസർ ഒരു പാരോട്ട് കത്തിക്കുന്നുണ്ട്. ആ കത്തിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു സീനും ആ കത്തിക്കുന്ന ഒരു സീനും അത് മാത്രമേ അതിന് കുറച്ച് ക്യാമറ ആംഗിളിൽ ഇത് നോക്കുന്ന ടൈം ഓക്കെ സെറ്റ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതും ലാസ്റ്റ് ഒരു ½ an hour നമ്മൾ പിടിച്ചെടുത്തും. ബാക്കിയെല്ലാം സത്യം പറയുക ചീത്തടിക്കും. സത്യം പറയാം, ഡയറക്റ്റ് ചീത്തടിക്കും, ശ്രീനാഥ് വാസി ചീത്തടിക്കും, അതിനൊരു ചങ്ങാനും ചീത്തടിക്കും, അതിലല്ല ഓരോ ചീത്തടിക്കും. എന്ത് തേങ്ങാട ചെയ്തൊക്കെ വിചാരിക്കും. വെറുതെ കാര്യം പറയാം, വെറുതെ തിയേറ്ററിലൊരു കളിയാണ്. ടൈം വേസ്റ്റ് ആക്കണ്ട. ഞാൻ എത്ര പറയുന്നുള്ളൂ, സിനിമേനെ കാത്തി പറഞ്ഞൊന്നുമല്ല. എടാ ഇപ്പോൾ ചെറിയ എത്രയോ ഷോർട്ട് ഫിലിംസ് ഇറങ്ങുന്നുണ്ട്. ഈ ഉണ്ടാക്കിയാണ് പറയുന്നത്. ചെറിയ എത്രയോ ഷോർട്ട് ഫിലിംസ് ഇറങ്ങുന്നുണ്ട്. അത് ഫസ്റ്റ് കാണി. ഈ കരിക്ക് യൂട്യൂബ് ചാനലില്ലേ, അത് ഫസ്റ്റ് ഒരു കാണി. എന്നിട്ട് അത്രേ നിങ്ങൾ ഈ സിനിമ എടുത്ത് വെച്ചിട്ടുള്ളൂ. അത് അത്രയും എത്തുന്നില്ല. അതിൻ്റെ ഒരു ക്വാളിറ്റി അല്ല, അത് സിനിമക്ക് എത്തിയിട്ട. സോ പിന്നെ നമുക്ക് ഈ അടുത്തായി തോന്നിയ ഫീലാണ് ഈ KGF അമ്മേൻ്റെ കാര്യം വർക്കൗട്ട് ആയതുകൊണ്ട് എല്ലാത്തിലും അമ്മ പാസം, അമ്മേൻ്റെ പാസം, അമ്മയുടെ സ്നേഹം, അമ്മയുടെ ഒരു സിമ്പതി അതെല്ലാ സിനിമയിലും കൊണ്ട് വിടുന്നുണ്ട്. അതാണ് കീലും ഉണ്ട്. ആ അമ്മേൻ്റെ പാസം കാണിക്കുന്ന ഒരു പാട്ട്. ഇയാൾക്ക് ഈ പാട്ടിൽ എന്തോ കൈവശം കൊടുത്തിട്ടുണ്ട് കേട്ടോ. തോന്നരുത് മൊത്തം വെറുതെ ഒരു 10 മിനിറ്റ് കണക്ക് പാട്ട് വെച്ച് കൊടുക്കുന്നു. ഫസ്റ്റ് ഹാഫ് കേട്ടോ. സെക്കൻഡ് ഹാഫ് പെട്ടെന്ന് കഴിഞ്ഞു, സമാധാനം. ഫസ്റ്റ് ഹാഫ് ബോറിംഗ് ആണ്. 1 ലാഗ്. അപ്പോൾ എന്തായാലും സോ ഗൈസ്, ഞാൻ എൻ്റെ റിവ്യൂവിൻ്റെ അഭിപ്രായം കമൻറ്റ് ഇടാം. ഞാൻ പറഞ്ഞ ഭാഗത്ത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ വീഡിയോ സിനിമ കണ്ടാരെങ്കിൽ കമൻറ്റ് ഇട്. ഞാൻ സിനിമയിലെ കഥയൊന്നും ഇതിൽ പറയുന്നില്ല. എന്തായാലും പറയാൻ കഥയില്ല സത്യം പറഞ്ഞാൽ. എന്തായാലും ഒരു ലൈഫ് ഓഫ് സാധാരണ ഒരു പൈസ ഇല്ലാത്തൊരു കുടുംബത്തിൽ പെട്ടവന് ഇങ്ങനെ പ്രശ്നത്തിൽ പെടുമ്പോൾ പോയിട്ട് ഒരു പ്രശ്നത്തിൽ പെടുന്നു. അതാണ് ഇങ്ങനെ സാധാരണ മെയിൻ നമ്മൾ കാസർഗോഡാണ് നടത്തുന്നത് സംഭവം. കാസർഗോഡ് കുമ്പളയിൽ ഒരു ലാംഗ്വേജ് സ്ലാങ് വരണ്ടേ. നമ്മൾ ഇത്രയെല്ലാം കഷ്ടപ്പെട്ട് സിനിമത്തിലുള്ള പൈസ കൊടുക്കുന്ന സിനിമ ചെയ്യുമ്പോൾ ആ ഒരു സ്ലാങ് കൂടി കുറേ ബണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് കാസർഗോഡ്. അപ്പോൾ ചെറിയൊരു രീതിയിലെങ്കിലും കാഞ്ഞങ്ങാട് സ്ലാങ് കൊണ്ടുവരായിരുന്നു നിങ്ങൾക്ക്. അവിടെ കാസർഗോഡ് മഞ്ചേശ്വരം കുമ്പളേൻ്റെ അടുത്താണ് ഈ സംഭവം നമുക്ക് നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോഴിക്കോടും. ഈ 2 ഭാഗത്ത് പോകുമ്പോൾ 2 ഭാഗത്ത് സ്ലാങ് ഇല്ല, പച്ചമണ്ണ് മാത്രം. ഒന്ന് കോഴിക്കോട് സ്ലാങ് വരുത്തിക്കുക, അല്ലെങ്കിൽ കാസർഗോഡ് സ്ലാങ്. ഇത് രണ്ടും ഇല്ല. എന്താണ് വൈ ഇങ്ങനത്തെ സിനിമ എടുത്താക്കാവോ? നെക്സ്റ്റ് ടൈം എന്നെ വിളിക്കണോ? ഞാൻ അഭിനയിക്കാം. പറ്റാ.